നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ലെവൽസിൻ്റെ ടോപ്പ് ലെവലാണ് കംപ്ലീറ്റ് ചെയ്തത്, ദാറ്റ് ഈസ് സ്ട്രാറ്റജിക് ലെവൽ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ടാക്റ്റിക്കൽ ലെവൽ. ഇവിടെ മുൻപ് പറഞ്ഞതുപോലെ മാനേജറിയൽ ലെവൽ നമ്മളൊരു എക്സാമ്പിളായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ ഈ ഒരു സ്ട്രക്ചറിൽ തന്നെ പോവുകയാണെങ്കിൽ ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ അങ്ങനെയാണ് വരിക. ടോപ്പ് ലെവൽ, പിന്നെ മിഡിൽ ലെവൽ, പിന്നെ സൂപ്പർവൈസറി ലെവൽ അല്ലെങ്കിൽ ഓപ്പറേഷണൽ ലെവൽ അങ്ങനെയൊക്കെ പറയും. ഈ സിമിലർ കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസാണ് അല്ലെങ്കിൽ സിമിലർ നേച്ചറിൽ വരുന്ന കാര്യങ്ങളാണ് അവിടെ നടക്കുക. അതായത് ടോപ്പ് ലെവൽ എന്ന് പറയുമ്പോൾ അവിടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടാവും, CEO, അതേപോലെ തന്നെ മാനേജ്മെൻറ്റിലുള്ള ടോപ്പ് അതോറിറ്റീസ് ആയിരിക്കും ഉണ്ടാവുക. അവരായിരിക്കും ബിസിനസ്സിൻ്റെ ലോങ് ടേം ആയിട്ടുള്ള ഡിസിഷൻസും ബിസിനസ്സിൻ്റെ പ്ലാൻസ്, സ്ട്രാറ്റജീസ് ഇതൊക്കെ ഫ്രെയിം ചെയ്യുക. ദെൻ വെൻ ഇറ്റ് കംസ് ടു മിഡിൽ ലെവൽ മറ്റ് പല ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സ് ആയിരിക്കും അവിടെ വരുന്നത്. ദെൻ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സ് മുൻപ് ടോപ്പ് ലെവലിൽ ഡിസൈഡ് ചെയ്തിട്ടുള്ള ഡിസിഷൻസിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യിക്കുന്ന റോളായിരിക്കും ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സിന് ഉണ്ടാവുന്നത്. അതിന് താഴെ വരുന്നതാണ് നമ്മളുടെ ഈ ഒരു സൂപ്പർവൈസറി ലെവൽ എന്ന് പറയുന്നത്. അവിടെ ആരാണ്? അക്കൗണ്ട് ഓഫീസേഴ്സ്, സെയിൽസ് ഓഫീസേഴ്സ് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഫോർമെൻസ്. ഇതിനും താഴെയാണ് നമ്മളുടെ നോർമൽ വർക്കേഴ്സ് എന്ന് പറയുന്നത് വരിക. ഇപ്പം ഞാനീ പറഞ്ഞത് മാനേജീരിയൽ ലെവലാണ്. ഇതേപോലെ സിമിലറായിട്ട് ഏകദേശം വരുന്നത് തന്നെയാണ് നമ്മളുടെ ഈ ഒരു സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ലെവൽ. ഇതിൽ ടാക്റ്റിക്കൽ ലെവൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പോൾ നമ്മൾ മുൻപ് സ്ട്രാറ്റജിക് ലെവലിലാണ് ലോങ് ടേം ഡിസിഷൻസ് എല്ലാം എടുക്കുക എന്നുള്ളത് പറഞ്ഞു അല്ലേ. ദെൻ വെൻ ഇറ്റ് കംസ് ടു ടാക്റ്റിക്കൽ ലെവൽ, മീഡിയം ടേം ഡിസിഷൻസ് ആണ് ടാക്റ്റിക്കൽ ലെവലിൻ്റെ ഭാഗമായിട്ടൊരു ഓർഗനൈസേഷനിൽ എടുക്കേണ്ടത്. സോ പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സോഴ്സിങ് കോൺട്രാക്ട്സ് ആൻഡ് പർച്ചേസിങ് ഡിസിഷൻസ്, അതാണ് നമ്മൾ ആദ്യത്തെ പോയിൻ്റ് പറയുന്നത്. അതായത് നമ്മളുടെ ഏതൊക്കെ സോഴ്സസിൽ നിന്നാണ് നമുക്ക് ആവശ്യമായ മെറ്റീരിയൽസും കാര്യങ്ങളും കളക്ട് ചെയ്യേണ്ടത്. ഈ കളക്ട് ചെയ്യുന്ന പ്രോസസ്സിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഏതെല്ലാം ഔട്ട്സൈഡ് പാർട്ടീസ്, ഔട്ട്സൈഡ് ഓർഗനൈസേഷൻസ് ആയിട്ടാണോ നമ്മൾ ഡീൽ ചെയ്യുന്നത്, അവരുമായിട്ട് ഡീൽ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കോൺട്രാക്ട്സ് എന്ന് പറയുന്നത് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ ഈ കോൺട്രാക്ട്സിൻ്റെ ക്രിയേഷൻ എന്ന് പറയുന്നത് ദെൻ നമ്മളുടെ മറ്റുള്ള മെറ്റീരിയൽസിൻ്റെയോ നമ്മളുടെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടോ ഡയറക്ട്ലി റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ ഓർ ഇൻഡയറക്ട്ലി റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ നമുക്ക് വേണ്ടുന്ന ഐറ്റംസിൻ്റെ പർച്ചേസിങ് ഡിസിഷൻസ് ഇതെല്ലാം ടാക്റ്റിക്കൽ ലെവലിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ദെൻ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രൊഡക്ഷൻ ഡിസിഷൻസ് ഇൻക്ലൂഡിങ് ദ കോൺട്രാക്റ്റിംഗ്, ഷെഡ്യൂളിംഗ് ആൻഡ് പ്ലാനിങ് പ്രോസസ്സ്. നമുക്ക് എന്തൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, ആ പ്രൊഡക്ഷൻ്റെ പ്രോസസ്സിൻ്റെ ഷെഡ്യൂളിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്, പ്രൊഡക്ഷൻ്റെ പ്ലാൻസ് പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നതൊക്കെ നമുക്കിവിടെ വരും. അതേപോലെ നമ്മളുടെ ഇൻവെൻറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ അല്ലേ. നമുക്ക് ഇൻവെൻറ്ററി എന്ന് പറയുന്നത് നമ്മളുടെ പ്രൊഡക്ഷനെ സപ്പോർട്ട് ചെയ്യുന്ന, അതേപോലെ നമ്മളുടെ കസ്റ്റമർ സർവീസിനെ സപ്പോർട്ട് ചെയ്യുന്ന, ആഫ്റ്റർ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഐറ്റംസിനെയും കോമൺലി റെഫേർഡ് ആസ് ഇൻവെൻറ്ററി. ദാറ്റ് മീൻസ് നമ്മളുടെ റോ മെറ്റീരിയൽ, സെമി ഫിനിഷ്ഡ് പ്രൊഡക്ട്സ്, ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഇതെല്ലാം ചേരുന്നതിനെയാണ് ഇൻവെൻറ്ററി എന്ന് പറയുന്നത്. സോ ഈ ഇൻവെൻറ്ററിൻ്റെ ഡിസിഷൻസ് എല്ലാം തന്നെ, അതായത് നമുക്ക് ഇൻക്ലൂഡിങ് ദ ക്വാണ്ടിറ്റി, ലൊക്കേഷൻ ആൻഡ് ദ ക്വാളിറ്റി ഓഫ് ഇൻവെൻറ്ററി, എത്രമാത്രം ക്വാണ്ടിറ്റി ഓഫ് ഐറ്റംസ് ആണ് നമ്മളുടെ കയ്യിൽ വെക്കേണ്ടത് ആസ് പെർ ദ റിക്വയർമെൻറ്റ് ഓഫ് കൺസ്യൂമേഴ്സ്. ദെൻ അതേപോലെ തന്നെ ഓരോ ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റി ഓഫ് ഐറ്റംസും എവിടെയെല്ലാമാണ് ലൊക്കേറ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ ക്വാളിറ്റിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ഡിസിഷൻസ് എല്ലാം ഇസ് കം അണ്ടർ ദ ടാക്റ്റിക്കൽ ലെവൽ ഡിസിഷൻസ്. ദെൻ ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതായത് വാട്ട് കൈൻഡ് ഓഫ് സ്ട്രാറ്റജിയാണ് ആസ് എ പാർട്ട് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആക്ടിവിറ്റി ഒരു ബിസിനസ് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. സോ ഈ ട്രാൻസ്പോർട്ടേഷന് വളരെ വലിയൊരു റോളാണ് നമ്മളുടെ ലോജിസ്റ്റിക്സിനുള്ളതല്ലേ. സോ ഇൻഫാക്റ്റ് ലോജിസ്റ്റിക്സിൻ്റെ മേജർ കമ്പോണൻ്റ് ആണ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നതും വെയർ ഹൗസിംഗ് എന്ന് പറയുന്നതും. ഈ രണ്ടും ഈക്വലി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ട്രാൻസ്പോർട്ടേഷൻ്റെ സ്ട്രാറ്റജിയുടെ ഭാഗമായി നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് ഇതിൻ്റെ റൂട്ട് പ്ലാനിങ്, ഫ്രീക്വൻസി ഇങ്ങനെയുള്ളതൊക്കെ ഡിസൈഡ് ചെയ്യുക എന്നുള്ളത്. അതിൽ മേജർ പോർഷൻ എന്ന് പറയുന്നതും ട്രാൻസ്പോർട്ടേഷൻ്റെ റൂട്ട് പ്ലാനിങ്ങുമായിട്ടാണ് കണക്റ്റഡ് ആവുന്നത്. നമുക്കൊരു സ്റ്റിപ്പുലേറ്റഡ് ടൈം ഫ്രെയിമിനുള്ളിൽ ഒരു പ്രൊഡക്റ്റോ സർവീസോ കൺസ്യൂമറുടെ ലൊക്കേഷനിൽ നമുക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു പ്ലാൻ അക്കോർഡിംഗ്ലി അല്ലേ. നമുക്ക് ഒരു സെൻട്രൽ ലൊക്കേഷനിൽ എത്തണമെന്നുണ്ടെങ്കിൽ പല റൂട്ട്സ് ഉണ്ടാവും അവിടേക്ക് അല്ലേ. ആ റൂട്ടുകളിൽ ഏറ്റവും ഫീസിബിളായ, നമുക്ക് ടൈം കൺസ്യൂമിങ് അല്ലാത്ത
കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുന്ന ഒരു ഏരിയ, ഒരു റൂട്ട് നമ്മൾ സെലക്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ടൈം കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഫ്യൂവലിൻ്റെ കൺസംഷൻ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് കൂടും അല്ലേ. അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് റൂട്ട് പ്ലാനിങ് ആൻഡ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്, അതായത് വെഹിക്കിൾ റൂട്ടിംഗ് ആൻഡ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത് ഇംപ്ലിമെൻറ്റ് ചെയ്യാതെ ഒരിക്കലും ഒരു ട്രാൻസ്പോർട്ടേഷൻ ആക്ടിവിറ്റി, ട്രാൻസ്പോർട്ടേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് എഫിഷ്യൻ്റായിട്ട് നടത്താൻ പറ്റില്ല. സോ ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ സ്ട്രാറ്റജീസ് ഒരു ഓർഗനൈസേഷൻ്റെ എന്തെല്ലാമാണ്, അതിൻ്റെ റൂട്ട് പ്ലാനിങ്, കോൺട്രാക്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ. സോ ഇവിടെ നമ്മളിലെ തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന മറ്റൊന്നുണ്ട്. അതായത് നമ്മളുടെ ബിസിനസ്സിൻ്റെ ഇപ്പോൾ എല്ലാ ആക്ടിവിറ്റീസും, സംടൈംസ് ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് എന്ന് ക്യാൻ സേ, നമ്മളുടെ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യില്ല. പിന്നെന്താ, നമുക്ക് മറ്റ് പല സബ് ആക്ടിവിറ്റീസിനും നമുക്ക് എന്ത് ചെയ്യാം, ഒരു തേർഡ് പാർട്ടിയെ ഏൽപ്പിക്കാം. ഒരു മൂന്നാമതുള്ള ഒരു നമ്മളുടെ ബിസിനസ്സുമായിട്ട് ഡയറക്റ്റ്ലി യാതൊരു കണക്ഷനും ഇല്ലാത്ത മറ്റൊരു ഔട്ട്സൈഡ് ബിസിനസ്സിനെ നമുക്ക് ഏൽപ്പിക്കാം. അവർ ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന അതായിരിക്കും അവരുടെ ബിസിനസ് എന്ന് പറയുക. മേ ബി ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ്റെ കേസാണെന്ന് വെക്കൂ. ജസ്റ്റ് ഇമാജിൻ, എൻ്റെ ബിസിനസ്സിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ആക്ടിവിറ്റി ഞാൻ ചെയ്യുന്നില്ല, പകരം ഞാനത് ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു ബിസിനസ്സിനെ ഏൽപ്പിക്കുകയാണ്. സോ പ്രൊവൈഡിങ് ഒരു കൺസിഡറേഷൻ, അതിന് വേണ്ടിയുള്ള റെമ്യൂണറേഷൻ കൊടുത്തുകൊണ്ട്. ഇവിടെ തേർഡ് പാർട്ടി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാഗമായി നമ്മൾ പല റെക്കോർഡ്സും അതേപോലെ തന്നെ കോൺട്രാക്ട്സും ഒക്കെ എൻ്റർ ചെയ്യേണ്ടി വരും അല്ലേ. ഒരു ബിസിനസ് ഒരു തേർഡ് പാർട്ടി ആയിട്ടോ ഒരു എക്സ്റ്റേണൽ ഓർഗനൈസേഷനായിട്ടോ ബിസിനസ് റിലേഷൻഷിപ്പിൽ എൻ്റർ ചെയ്യുമ്പോൾ ദ ഹാവ് ടു എൻ്റർ ഇൻ ടു എ ന്യൂ കോൺട്രാക്ട്. സോ ഇവിടെ ഈ എന്താണ് ട്രാൻസ്പോർട്ടേഷൻ്റെ സ്ട്രാറ്റജി, അതിൻ്റെ റൂട്ട് പ്ലാനിങ്, ഷെഡ്യൂളിങ്, അതുമായി ബന്ധപ്പെട്ടുള്ള കോൺട്രാക്റ്റിംഗ്, ഇതൊക്കെ ചെയ്യുന്നത് ടാക്ടിക്കൽ ലെവലിലെ ഡിസിഷൻസിൽ കൂടെയാണ്. പിന്നെ വരുന്നൊരു കാര്യം എന്ന് പറയുന്നതാണ് ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുന്നത്. സോ ബെഞ്ച് മാർക്കിംഗ് ഓഫ് ഓൾ ഓപ്പറേഷൻസ് അഗെയിൻസ്റ്റ് ദ കോമ്പറ്റീറ്റേഴ്സ്, അതാണ് മെയിനായിട്ട് വരുന്നത്. ആൻഡ് ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദിസ് ബെസ്റ്റ് പ്രാക്ടീസസ് ത്രൂ ഔട്ട് അവർ എൻ്റർപ്രൈസ് എന്നുള്ളതാണ്. ബെഞ്ച് മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ആക്ച്വലി നമ്മളുടെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള ബിസിനസ് ഓർഗനൈസേഷൻസ് അവരുടെ ഓർഗനൈസേഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് സക്സസ് ആയിട്ടുള്ള ബെസ്റ്റ് പ്രാക്ടീസസ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുകയാണ്, അതിൽ ഇൻസ്പയർഡ് ആയിട്ട് നമ്മളും സെയിം കൈൻഡ് ഓഫ് സ്ട്രാറ്റജീസ് ആൻഡ് പ്രാക്ടീസസ് എന്ന് പറയുന്നത് നമ്മളുടെ ഓർഗനൈസേഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ് ഇൻ ഓർഡർ ടു അറ്റൈൻ ദാറ്റ് സെയിം സക്സസ്. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ ഈ ബെഞ്ച് മാർക്കിംഗ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്, ബെഞ്ച് മാർക്കിംഗ് ഓഫ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. സോ ഈ മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സ് ഈ ഒരു രീതിയിൽ പ്രാക്ടീസസ് ചെയ്തിട്ട് അവർക്ക് സക്സസ് കിട്ടിയത് കൊണ്ട് നമുക്കും നമ്മളുടെ ബിസിനസ്സിൻ്റെ നേച്ചറിനും നമ്മളുടെ കപ്പാസിറ്റിക്കും അനുസരിച്ച് അത്തരത്തിലുള്ള പ്രാക്ടീസസിൽ ഇൻസ്പയർഡായി അത് ചെയ്ത് ബെസ്റ്റ് പ്രാക്ടീസസ് നമ്മളുടെ ഓർഗനൈസേഷന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ബെഞ്ച് മാർക്കിംഗ്. സോ ഇത്തരത്തിലുള്ള ബെഞ്ച് മാർക്കിംഗ് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ടാക്ടിക്കൽ ലെവൽ ഡിസിഷൻസിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. ആൻഡ് ഫൈനലി ഓഫ് കോഴ്സ് ഫോക്കസ് ഓൺ ദ കസ്റ്റമർ ഡിമാൻഡ് ആൻഡ് ഹാബിറ്റ്സ് എന്നുള്ളത് തീർച്ചയായിട്ടും അല്ലേ, ബേസ്ഡ് ഓൺ ദ കസ്റ്റമർ ഡിമാൻഡ് ആൻഡ് ഹാബിറ്റ്സ് ആൻഡ് റിക്വയർമെൻറ്റ്സ് ആൻഡ് ഇൻട്രസ്റ്റ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് എന്ന് പറയുന്നത് ഓഫർ ചെയ്യുന്നത്. സോ ഡെഫിനറ്റ്ലി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കൺസ്യൂമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം പ്രോപ്പറായിട്ട് തന്നെ മീറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. സോ ഇതാണ് രണ്ടാമത്തെ ലെവൽ എന്ന് പറയുന്നത്, അതായത് ടാക്ടിക്കൽ ലെവൽ. സോ ഇവിടെ എല്ലാ തരത്തിലുള്ള പ്രോസസ്സിങ് നമ്മളുടെ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ, ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ടാണ് ട്രാൻസ്പോർട്ടേഷൻ കണക്റ്റഡ് ആവുന്നത്. ദെൻ നമ്മളുടെ മെറ്റീരിയൽസ്, ഇൻവെൻറ്ററീസിൻ്റെ കേസ്, ഇതെല്ലാം ഡീൽ ചെയ്യുന്നത് ടാക്ടിക്കൽ ലെവൽ ഡിസിഷൻസിൻ്റെ ഭാഗമാണ്. ഓക്കെ, ആൻഡ് ദെൻ തേർഡ് ആയിട്ടുള്ള ലെവൽ എന്ന് പറയുന്നത് ഓപ്പറേഷണൽ ലെവലാണ്. സോ ഓപ്പറേഷണൽ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഷെഡ്യൂൾ ചെയ്യുകയും അസൈൻ ചെയ്യുകയും ഡേ ടു ഡേ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് മാനേജ് ചെയ്യുകയും മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്ന ലെവലാണ് എന്ത്, ഓപ്പറേഷണൽ ലെവൽ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ നമ്മളുടെ ഡെയിലി പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ പ്ലാനിംഗ് എന്ന് പറയുന്നത് ഇൻക്ലൂഡിങ് ഓൾ നോട്ട്സ് ഇൻ ദ സപ്ലൈ ചെയിൻ ഇവിടെ പ്ലാൻ ചെയ്യുകയും ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഡേ ബൈ ഡേ എത്രമാത്രം എമൗണ്ട് ഓഫ് ഐറ്റംസ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, എത്രമാത്രം ഐറ്റംസ് ആണ് ഒരു ഡേയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഒരു ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം മൾട്ടിറ്റ്യൂഡ് ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് എന്ന് പറയുന്നത് പല ഡെസ്റ്റിനേഷൻസിലേക്ക് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ടുണ്ടാവും അല്ലേ. അറ്റ് ദ സെയിം ടൈം നമുക്ക് മാനുഫാക്ചറിങ് കൺസേൺ ആണെന്നുണ്ടെങ്കിൽ ബൾക്ക് ഐറ്റംസ് എന്ന് പറയുന്നത് വി ഹാവ് ടു പ്രൊഡ്യൂസ് അല്ലേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്ലാനിങ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ദ ആക്ടിവിറ്റീസ് ഓഫ് ബിസിനസ്. നമുക്ക് അവിടെ ചെയ്യേണ്ടുന്ന ഡെയിലി പ്ലാനിങ് എന്ന് പറയുന്നത് വി ഹാവ് ടു കണ്ടക്ട്. ദെൻ നമ്മളുടെ പ്രൊഡക്ഷൻ ഷെഡ്യൂളിംഗ്, ഓരോ മാനുഫാക്ചറിങ് ഫെസിലിറ്റീസിലേക്കും ആവശ്യമായ മിനിറ്റ് ബൈ മിനിറ്റ് പ്രൊഡക്ഷൻ ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത് നമ്മൾ പ്ലാൻ ചെയ്യുക, ആസ് പെർ ദ പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഓപ്പറേഷൻ ലെവലിൻ്റെ ഭാഗമാണ്.
അതേപോലെ തന്നെ ഡിമാൻഡ് പ്ലാനിങ് ആൻഡ് ഫോക്കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഫോക്കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ആക്ച്വലി വി ആർ പ്രിഡിക്റ്റിംഗ് ദ ഫ്യൂച്ചർ അല്ലേ. സോ പ്രിഡിക്റ്റിംഗ് ഇൻ ദ സെൻസ് നമുക്ക് പല സയൻറ്റിഫിക് ഡേറ്റാസിൻ്റെയും ഡേറ്റ കളക്ട് ചെയ്തതിൻ്റെ അനാലിസിസിൻ്റെയും ഒക്കെ റിസൾട്ടായിട്ടാണ് നമ്മൾ ഫോക്കാസ്റ്റിങ്ങിലേക്ക് എത്തിച്ചേരുക. സോ ഈ ഫോക്കാസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ ഫോക്കാസ്റ്റിംഗ് എന്ന് പറയുന്നത് കണ്ടക്ട് ചെയ്ത് അതിൽ നിന്നും കിട്ടുന്ന റിസൾട്ട് നമ്മൾ എന്തുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്, നമ്മളുടെ ഡിമാൻഡുമായി കണക്ട് ചെയ്യണം അല്ലേ. ആക്ച്വലി എന്താണ് നമ്മൾ ഫോർകാസ്റ്റിങ്ങിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഫ്യൂച്ചർ ഡിമാൻഡ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഫോർകാസ്റ്റിംഗ് ചെയ്യുന്നത്. സോ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എന്ത് തന്നെയായാലും, വെദർ നമ്മളുടെ ഡിമാൻഡ് ഒരു ഇൻക്രീസിങ് ട്രെൻഡ് കാണിക്കും എന്നുള്ളതാണ് നമ്മളുടെ റിസൾട്ടെങ്കിലും, ഒരു ഡിക്രീസിങ് ട്രെൻഡ് കാണിക്കും എന്നുള്ളതാണ് ഫോർകാസ്റ്റിങ്ങിൻ്റെ റിസൾട്ടെങ്കിലും, വാട്ട് എവർ ഇറ്റ് ഈസ് വി ഹാവ് ടു ഷെയർ ഇറ്റ് വിത്ത് അവർ ഓൾ സപ്ലയേഴ്സ് എന്നുള്ളതാണ്. മനസ്സിലായോ? അതാണ് ഫോർകാസ്റ്റ് ഷെയറിങ് എന്ന് പറയുന്നത്. ബിക്കോസ് നമുക്ക് പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് കൂടും എന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയാൽ അതിനനുസരിച്ച് നമ്മൾ പ്രൊഡക്ഷൻ കൂട്ടണം എന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ ആവശ്യമായ റോ മെറ്റീരിയൽസിൻ്റെ സപ്ലൈ കൂടണം. അത് നമുക്ക് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് ഇതെല്ലാം മറ്റ് പാർട്ട്നേഴ്സിലേക്ക് വി ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദം. അതേപോലെ ഡിമാൻഡ് കുറയും എന്നുള്ള കേസാണെങ്കിൽ ഓഫ് കോഴ്സ് വി ഹാവ് ടു റെഡ്യൂസ് അല്ലെങ്കിൽ കട്ട് ഡൗൺ അവർ പ്രൊഡക്ഷൻ അല്ലേ. അപ്പോൾ സിമിലർ സിറ്റുവേഷൻസിലും അതിനനുസരിച്ചിട്ടുള്ള ഫർദർ ആക്ടിവിറ്റീസ് മറ്റുള്ള പാർട്ട്നേഴ്സിലേക്ക് അവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദം ദ റിസൾട്ട് ഓഫ് ഫോക്കാസ്റ്റിംഗ്. ഈ രീതിയിൽ നമുക്ക് ഫോക്കാസ്റ്റ് ഷെയറിംഗ് എന്ന് പറയുന്നത്, ദെൻ കോർഡിനേറ്റിംഗ് ദ ഡിമാൻഡ് ഫോക്കാസ്റ്റ് ഓഫ് ഓൾ കസ്റ്റമേഴ്സ് എന്നുള്ളത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അത് ചെയ്യുന്നത് ഓപ്പറേഷൻ ലെവലിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യമാണ്. സോ ഇറ്റ്സ് എനഫ് ഫോർ ദ ഡേ. നെക്സ്റ്റ് ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ഉണ്ട്, അത് നെക്സ്റ്റ് സെഷനിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു.